ആക്ച്വലി ഒരു വളരെ ലോങ് സ്റ്റോറി ഷോർട്ടായിട്ട് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ കാരണം. ഞാൻ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ആദ്യം പറയാമെന്ന് വിചാരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ഒരുപാട് നാളായി കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മാസപ്പടി എന്നത്. മാസപ്പടി പ്രധാനമായിട്ടും CMRL കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൽകിയ ഒരു പീരീഡിൽ നൽകിയ തുക, അതായത് 1.72 crores, അതിനെ സംബന്ധിച്ചാണ് നമ്മളെല്ലാവരും ഇത്രയും നാളും ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ 48ാമത്തെ പേജിൽ മറ്റൊരു ഇതിപ്പോ CMRL എന്ന് പറഞ്ഞൊരു കമ്പനി, അതായത് ഒന്നാം കക്ഷി എന്ന് വേണമെങ്കിൽ കൂട്ടാം. ഒന്നാം കക്ഷി CMRL ഉണ്ട്, രണ്ടാം കക്ഷി എന്ന് അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിലാണ് ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്. വീണ വിജയൻ 1.72 crores അക്കൗണ്ടിൽ വാങ്ങിയെന്നും അതിന് മറ്റ് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നതും ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ തന്നെ ഉള്ള കാര്യമാണ്, എസ്റ്റാബ്ലിഷ്ഡ് ആണ്. രണ്ടാമത്തെ പിണറായി വിജയൻ 90 crores നൽകിയതിൽ മേജർ പങ്ക് പിണറായി വിജയനാണ് നൽകിയിട്ടുണ്ട് എന്നത് പറഞ്ഞതുകൊണ്ട് ദാറ്റ് ഈസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. അതാരും ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത എസ്റ്റാബ്ലിഷ്ഡ് കാര്യം. ഇനി നമ്മൾ നോക്കുമ്പോൾ CMRL എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. CMRL സാധാരണഗതിയിൽ അവർ വർക്ക് ചെയ്യുന്ന അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സിന്തറ്റിക് റൂട്ടെയിലാണ്. സിന്തറ്റിക് റൂട്ടെയിലിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇലുമിനേറ്റ്. ആ ഇലുമിനേറ്റ് അവര് സാധാരണഗതിയിൽ ഡെൻമാർ, തായ്ലൻഡ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ പ്രോസസ് ചെയ്ത് സിന്തറ്റിക് റൂട്ടെയിലാക്കി ജപ്പാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്, യൂറോപ്പ് പോലുള്ള ഡെവലപ്ഡ് നേഷൻസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ്സാണ് CMRLന്റെ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ബിസിനസ്സും അവരുടെ ഇൻട്രസ്റ്റും എവിടെയാണെന്ന് മനസ്സിലാക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇനിയിപ്പോ കേരളത്തില് IRA വളരെ കുറച്ച് വലിയ മൈനിങ് ഉള്ള സമയത്ത് ചെറിയ എമൗണ്ട് അവർക്ക് ഇവിടുന്ന് കിട്ടുമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നോക്കിയാൽ ചെറിയ എമൗണ്ട് കിട്ടുമെങ്കിൽ മേജറായിട്ടും അവർ ഇമ്പോർട്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് CMRL ചെയ്യുന്നത്. ഇനി CMRL ഏറ്റവും സബ്സ്റ്റാൻഷ്യൽ താല്പര്യമുള്ള ഒരു ബിസിനസ് പ്രപ്പോസൽ അല്ലെങ്കിൽ അവരുടെ താല്പര്യം കിടക്കുന്ന എവിടെയാണ്? അതായത് നമ്മുടെ കൊല്ലം തീരത്ത് ഉള്ള കരിമണൽ എന്ന് പറയുന്നത്, കൊല്ലം ഒരുപക്ഷെ കൊല്ലം മുതൽ അങ്ങ് പുറക്കാട് അല്ലെങ്കിൽ തോട്ടപ്പള്ളി വരെ കടക്കുന്ന തീരമേഖലയിലുള്ള കരിമണലിനെയാണ് കൊല്ലം മെറ്റീരിയൽ എന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ അറിയപ്പെടുന്നത്. ഇന്റർനാഷണൽ മാർക്കറ്റില് ഏറ്റവും ഡിമാൻഡ് ഉള്ള ഇലുമിനേറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കരിമണലിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കൊല്ലം മെറ്റീരിയലാണ്. അത് ഇലുമിനേറ്റിന്റെ കാര്യം അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ കൊല്ലത്തിലുള്ള കരിമണൽ പ്രോസസ് ചെയ്താൽ 56% ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ് കിട്ടുന്നത്. 56% ടൈറ്റാനിയം ഡയോക്സൈഡ്. വേറെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മറ്റു മെറ്റീരിയൽ പ്രോസസ് ചെയ്താൽ കിട്ടുന്നത് ലെസ് ദാൻ 50% ആണ്. ലെസ് ദാൻ 50%. എന്നും അത് ഈ ഒരു കമ്പനി ഈ ഇലുമിനേറ്റ് പ്രോസസ് ചെയ്ത് റൂട്ടെയിൽ ആക്കുന്ന ഒരേ ഒരു കമ്പനിയാണ് കേരളത്തിലുള്ളൂ. ഇന്ത്യയില് ഏതാനും മറ്റ് കമ്പനികൾ ഉണ്ടെങ്കിൽ കൂടി കേരളത്തിൽ ഒരേ ഒരു കമ്പനിയുള്ളൂ. അവർക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന മെറ്റീരിയലാണ് കൊല്ലം മെറ്റീരിയൽ എന്ന് പറയുന്ന ഇന്റർനാഷണൽ മാർക്കറ്റില് ഏറ്റവും ഡിമാൻഡ് ഉള്ള ഏറ്റവും ഹൈയസ്റ്റ് പ്രൈസിൽ വിൽക്കാൻ കഴിയുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കൊല്ലം മെറ്റീരിയലാണ്. അപ്പൊ അവര് ദീർഘകാലമായി CMRL കണ്ണുവെക്കുന്ന അല്ലെങ്കിൽ ഈ കരിമണൽ കണ്ണുവെക്കുന്ന മെറ്റീരിയലാണ് ഈ കൊല്ലം മെറ്റീരിയൽ. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം എല്ലാ കാലഘട്ടങ്ങളിലും ഒരുപക്ഷെ കഴിഞ്ഞ 10-20 വർഷമായി അവർ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇങ്ങനെ തുടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാലഘട്ടങ്ങളിലും അവർ അതിന്റെ പരിശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഈ കൊല്ലം മെറ്റീരിയൽ എന്ന് പറയുന്നതാണ് CMRLന്റെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സംഗതി. ഇനി ഇത് ലഭിക്കാൻ വേണ്ടി ഇനി നമുക്ക് ഇങ്ങോട്ട് പോകാം. ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കിയാൽ ഇങ്ങനെ ഇരിക്കെ ഇവര് നിരവധി പേരെ അപ്രോച്ച് ചെയ്തു. കഴിഞ്ഞ 2017 ഓൺവേർഡ് നമ്മുടെ മുമ്പില് 2017 ജാനുവരി മുതല് പണം നിരന്തരം CMRLന്റെ കയ്യിൽ നിന്നും വീണ വിജയന് ലഭിക്കുന്നതിന്റെ രേഖ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫാക്ട് ഉണ്ട്. ആദ്യം സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഓർഡറാണ്. 31/5/2019
ഒരു ഓർഡർ ഇറങ്ങിയാണ്. ആ ഓർഡറാണ് എന്റെ കയ്യിലുള്ളത്. ആ ഓർഡർ എന്ന് പറയുന്നത് ആദ്യമായിട്ട്, അപ്പൊ അതിന് മുമ്പ് ഈ 19 ഓർഡർ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ 2019 ഈ ഓർഡറാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡർ. പക്ഷെ ഈ ഓർഡർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതായത് 27/10/2018 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിന്റെ തീരുമാനം, ആ യോഗത്തിന്റെ തീരുമാന പ്രകാരമാണ് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 27/10/2018 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയർമാൻ ആയിരുന്നുകൊണ്ട് ദുരന്ത നിവാരണ നിയമം ഇൻവോക്ക് ചെയ്ത് കേരളത്തിലെ ഈ പറയുന്ന സ്ഥലത്ത് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും കരിമണൽ അല്ലെങ്കിൽ മണല് നീക്കം ചെയ്യാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും അതിന്റെ ഭാഗമായി ഇറിഗേഷൻ വകുപ്പ് അതിന്റെ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയും അതിന്റെ ഭാഗമായി ആദ്യത്തെ ഓർഡർ 2019 31/5/2019 ആദ്യത്തെ ഓർഡർ പുറത്തു വരികയാണ്. ആ ഓർഡറിൽ പറയുന്നത്, ഞാൻ പ്രധാനമായിട്ട് അതിന്റെ ഏറ്റവും ഇതായിട്ടുള്ള കാര്യം മാത്രം വായിക്കാം. ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്, since the sand deposits are noted to contain regulated minerals, the disposal of the sand can be entrusted only to appropriate licensees in the public sector. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തോട്ടപ്പള്ളിയിലുള്ള കരിമണലില് ആറ്റമിക് മിനറൽസ് എന്ന് പറയുന്ന ആണവായുധ അല്ലെങ്കിൽ ആണവ മിനറൽസ് ഉണ്ട് എന്നതുകൊണ്ട് ആ മണൽ ആർക്കും ഇന്ത്യയിൽ ഇന്നത്തെ നിയമപ്രകാരം മറ്റാർക്കും കൈകാര്യം ചെയ്യാൻ കഴിയില്ല. പബ്ലിക് സെക്ടറിന് മാത്രമേ, ഇന്ത്യയിലെ പബ്ലിക് സെക്ടറിന് മാത്രമേ ആറ്റമിക് മിനറൽസ് ഉള്ള മണല് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് KMML വഴി KMML മയ്യാരിക്കുമാണ് ആ മണല് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവര് വഴി ഇതിന് തോട്ടപ്പള്ളിയിലെ കരിമണൽ നീക്കം ചെയ്യുന്നതിനുള്ള ആദ്യത്തെ ഉത്തരവ് 2019 പുറത്തു വരികയാണ്. 2019 പുറത്തു വന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ പിന്നാലെ 11/10/2019 31/5 ആദ്യത്തേത്. അതിനുശേഷം KMML-മായി അവിടെ നിന്നുള്ള കരിമണൽ നീക്കം ചെയ്യുന്നതിനുള്ള MOU ഒപ്പിടുകയാണ്. MOU ആക്കുന്നു. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ആ MOU വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് binding the agreement should KMML should deposit amount of rupees 464.55 per metric ton as stipulated in the GO order. കേവലം 464 രൂപ മെട്രിക് ടണ്ണിന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരിമണൽ നീക്കം ചെയ്യുന്നതിനുള്ള ഓർഡർ KMML-ആയിരിക്കും. പക്ഷെ അത് സമയബന്ധിതമായ ഓർഡർ ആയിരുന്നു, അധികം നാളത്തേക്ക് ഉണ്ടായിരുന്നില്ല. The work has to be completed at an early date later than 90 days from the date of this agreement. 90 ദിവസത്തിനകത്ത് ഈ വർക്ക് പൂർത്തിയാക്കണമെന്ന് ഈ MOU തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് കേവലം 465 രൂപ തുക നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് കൂടിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിലെ വൺ ഓഫ് ദ പാർട്ടി എന്ന് പറയുന്നത് CMRL 16-17% ഷെയറുള്ള KSIDC ആണ്. KSIDC കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു മീറ്റിംഗിലാണ് ഇതിന് 465 രൂപ എന്നുള്ള തീരുമാനിക്കും, ഈ MOU എടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായി അതിനവർ കൂട്ടുപിടിച്ച എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ പ്രളയം നടന്നപ്പോ ആ പ്രളയത്തെ കുറിച്ച് പഠിക്കുന്നതിനും അന്വേഷിക്കുന്നതിനും വേണ്ടി സ്വാമിനാഥൻ കമ്മീഷന്റെ ഒരു പഠനം നടക്കുകയും ആ സ്വാമിനാഥൻ കമ്മീഷൻ കുട്ടനാട്ടിൽ നിന്നും വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടിയിട്ട് കുട്ടനാട് മുതൽ ഇങ്ങ് സ്പിൽവേ വരെയുള്ള കനാല് നന്നായി ക്ലിയർ ചെയ്ത് സ്പിൽവേ ഓപ്പൺ ചെയ്യണമെന്നുള്ള ഒരു സാധാരണ പരാമർശം ആ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രകാരം ഇവർ മുന്നോട്ട് പോവുകയും അവസാനം 22/5/2020 ഇതിന്റെ രണ്ടാമത്തെ
തോട്ടപ്പള്ളി സ്പിൽവേയുടെ അഴിമുഖം ഉൾപ്പെടെയുള്ള തീരദേശ പ്രദേശത്ത് സാമൂഹ്യ വനവൽക്കരണത്തിന്റെ ഭാഗമായി നട്ടുപിടിപ്പിച്ചിരുന്ന കാറ്റാടി മരങ്ങൾ മുഴുവൻ റിമൂവ് ചെയ്ത് ആ സ്പിൽവേയിൽ അതിവ്യാപകമായ മൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള അനുമതി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പേരിൽ നൽകുന്നത്. ആ ഓർഡർ ഞാനിപ്പോ നേരത്തെ കാണിച്ച ഓർഡറാണിത്. ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓർഡറിന്റെ പേരിൽ സബ്സിക്വന്റ് ആയിട്ടുള്ള MOU എഗ്രിമെന്റ് ഞാൻ നേരത്തെ കാണിച്ച MOU സൈൻ ചെയ്യുന്നു. 5000 KMML വെച്ച് ആ MOUന്റെ ഭാഗമായി കരിമണല് എടുക്കുന്നതിനുള്ള എല്ലാ അനുമതിയും സർക്കാർ നൽകുന്നു. അങ്ങനെ വരുമ്പോ ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടുന്ന് മണല് എടുത്തുകൊണ്ട് പോയാൽ ആ തീരം വലിയ അപകടത്തിലാകുമെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ ആളുകളാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഇതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര ക്രൂരമായിട്ടാണ് പിന്നീട് ആ തീരദേശത്തെ ഈ സർക്കാർ ഈ കരിമണലിന് വേണ്ടി ഈ കമ്പനികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ജനതയെ അടിച്ചമർത്തിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഉത്തരവെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോ 1/6/2020 പുറക്കാട് ഗ്രാമപഞ്ചായത്ത് ഒരു സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി, അതായത് ഈ സ്റ്റോപ്പ് മെമ്മോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ ഒരു വികാരം പ്രതിഫലിക്കുന്ന ഒരു സ്റ്റോപ്പ് മെമ്മോ ആണ്. വളരെ ബ്രീഫായിട്ട് വളരെ പെട്ടെന്ന് വായിക്കാം. പുറക്കാട് ഗ്രാമപഞ്ചായത്ത് തോട്ടപ്പള്ളി സ്പിൽവേയുടെ ആഴവും വീതിയും കൂട്ടുന്നതിന് ഇറിഗേഷൻ ആവശ്യപ്രകാരം ജില്ലാ ഭരണകൂടം അനുമതി നൽകിയതായി മനസ്സിലാക്കുന്നു. മുൻകാലങ്ങളിൽ പൊഴിമുറിക്കൽ ഈ പ്രദേശത്ത് നടന്നിട്ടുണ്ട്. എന്നാൽ നാളിതുവരെ കനാലിൽ നിന്നോ തീരത്തു നിന്നോ മാറ്റുന്ന മണൽ തീരസംരക്ഷണാർത്ഥം ഇരുവശങ്ങളിലും നിക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2004 സുനാമിക്ക് ശേഷം പഠനവിധേയമായി മേൽപ്പറഞ്ഞ മണൽ നിക്ഷേപം സംരക്ഷിക്കുന്നതിന് സോഷ്യൽ ഫോറസ്ട്രിയുടെ പ്രത്യേക പദ്ധതി രൂപീകരിച്ച് 3000-ലധികം കാറ്റാടി തൈകൾ നട്ടുപിടിപ്പിച്ച് മേൽപ്പറഞ്ഞ മണൽ കെട്ടുകൾ സംരക്ഷിച്ചു വരുന്നതാണ്. ഇപ്പോൾ കനാലിന്റെ ആഴവും പൊഴിമുഖത്തിന്റെ വീതിയും കൂട്ടാൻ സർക്കാർ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മേൽപ്പറഞ്ഞ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നതായി മനസ്സിലാക്കുന്നു. പ്രസ്തുത തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ പ്രദേശത്തു നിന്നും കരിമണൽ അടങ്ങിയ മണ്ണ് ലോഡ് കണക്കിന് അനധികൃതമായി കടത്തിക്കൊണ്ടുപോകുന്നത് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണം പഞ്ചായത്തിന്റെ അനിവാര്യ ചുമതലയായതിനാൽ ഈ വിഷയത്തിൽ പഞ്ചായത്തിന്റെ ആശങ്ക ബഹുമാനപ്പെട്ട സർക്കാരിനെ അറിയിക്കുന്നതിന് തീരുമാനിച്ചിട്ടുള്ളതാണ്. കരിമണൽ അടങ്ങുന്ന മണ്ണ് വ്യാവസായിക ആവശ്യത്തിന് കൊണ്ടുപോകുന്നത് നിയമപരമായി ഖനനത്തിന്റെ നിർവചനത്തിൽ വരുന്നതാണ്. അതായത് ഞാൻ ഒന്നുകൂടി വായിക്കാം. കരിമണൽ അടങ്ങുന്ന മണ്ണ് വ്യാവസായിക ആവശ്യത്തിന് കൊണ്ടുപോകുന്നത് നിയമപരമായി ഖനനത്തിന്റെ നിർവചനത്തിൽ വരുന്നതാണ്. ധാതു ഖനനത്തിന് വേണ്ട മൈനിങ് പെർമിറ്റോ അതിനാവശ്യമായ പാരിസ്ഥിതിക അനുമതിയോ മേൽപ്പറഞ്ഞ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഈ സാഹചര്യത്തിൽ മൈനിങ് പെർമിറ്റും പാരിസ്ഥിതിക അനുമതിയും ഹാജരാക്കുന്നത് വരെ പ്രദേശത്ത് നിന്നും മണൽ നീക്കം ചെയ്യുന്നത് നിർത്തിവെക്കണമെന്ന് അറിയിക്കുന്നു. മേൽപ്പറഞ്ഞ നിലയിൽ കനാലിന്റെ ആഴവും വീതിയും കൂട്ടുന്നതിന് തടസ്സമില്ല എന്ന വിവരവും അറിയിക്കുന്നു. ഇതാണ് പഞ്ചായത്ത് they tried their best to stop this activity. കാരണം സാധാരണഗതിയിൽ അവിടെ മണല് മാറ്റി പൊഴി തുറന്നു വയ്ക്കുന്നെങ്കിലും മണൽ അവിടെ തന്നെ ഇടും. കാരണം കടല് ആ മണൽ ഒരുപക്ഷെ എടുത്തുകൊണ്ട് പോയി വേറെ സ്ഥലത്ത് കൊണ്ട് ഇട്ടാലും പിന്നീട് വീണ്ടും ഇവിടെ കൊണ്ടു കൂട്ടും, പിന്നീട് കടല് വേറൊരു ഇതുണ്ടാവും. അങ്ങനെയാണ് കടലിന്റെ ഒരു രീതിയും സ്വഭാവം എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഒരിക്കലും ആ മണല് അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയ ഇന്നുവരെ നടന്നിട്ടില്ല. ശാസ്ത്രീയമായിട്ടും നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള അറിവും പാരമ്പര്യവും ഒക്കെ വെച്ചിട്ട് അത് തീരദേശത്തിന് വലിയ അപകടമാണെന്ന് അറിയാവുന്നത് ഇന്നുവരെ ആരും ചെയ്തിട്ടില്ല. അങ്ങനെ മണൽ കൊണ്ടുപോകാൻ പരിശ്രമിച്ചപ്പോൾ പഞ്ചായത്ത് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയാണ്. പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും ശരിയും തെറ്റുമായിട്ടൊക്കെ സ്റ്റോപ്പ് മെമ്മോകൾ കൊടുക്കാറുണ്ട്. അതിന്റെ ആദ്യത്തെ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ മണല് വരാനുള്ള അനുമതി കിട്ടിയിട്ടുള്ളത് അവര് ഹൈക്കോടതിയെ സമീപിക്കുകയോ സ്റ്റോപ്പ് മെമ്മോ ചലഞ്ച് ചെയ്യുകയോ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ആ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് നാലാമത്തെ ദിവസം ജില്ലാ കളക്ടർ പ്രത്യേക ദൂതൻ മുഖേന ആ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുകയാണ്. കാരണം കാണിക്കൽ നോട്ടീസ് നിങ്ങൾ ആലോചിക്കണം. അവിടുന്ന് അതിവ്യാപകമായി മണൽ റിമൂവ് ചെയ്തുകൊണ്ട് പോകുമ്പോ അതിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിന് ആ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്ത കാരണം കാണിക്കൽ നോട്ടീസ് എന്ന് വായിക്കണം. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ രൂക്ഷത കുറയ്ക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 27/10/2018 നടന്ന അവലോകന യോഗത്തിന്റെയും പിന്നീട് നടന്ന തോട്ടപ്പള്ളി സ്പിൽവേ ചാനൽ സുഖമായി ലഭിക്കുന്നതിന്
വിഘാതമായി നിൽക്കുന്ന നീക്കം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. ആസന്നമായ കാലവർഷത്തിൽ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക സാധ്യത മുൻനിർത്തി പൊതുജന താല്പര്യം മുൻനിർത്തി നിലവിലെ COVID-19 രോഗവ്യാപന സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തോട്ടപ്പള്ളിയിലെ സുഗമമായ നീരൊഴുക്ക് ഉറപ്പുവരുത്തുന്നതിന് നടപടി സ്വീകരിക്കാൻ സർക്കാർ അടിയന്തര നിർദ്ദേശം നൽകിയിരുന്നു. 19/5/2020 കൂടിയ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിൽ പി പ്രവൃത്തി 2005 ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തരമായി പൂർത്തീകരിക്കാൻ തീരുമാനിക്കുകയും ആയതിലേക്ക് വേണ്ട ഉത്തരവുകൾ ഇറിഗേഷൻ വകുപ്പിന് ഉൾപ്പെടെ നൽകിയതുമാണ്. തോട്ടപ്പള്ളി സ്പിൽവേ അഴിമുഖം വരെയുള്ള ലീഡിംഗ് ചാനൽ ആഴ കൂട്ടുന്നതിന്റെ ഭാഗമായി ഉണ്ടാക്കുന്ന മണലും പൊടി മുറിക്കുമ്പോൾ ലഭിക്കുന്ന മണലും കൊണ്ടുപോകുന്നതിന് 31/5/2019 ജിയോ ഇന്ത്യൻ നമ്പർ പ്രകാരം KMML സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. 2003 ദുരന്ത നിവാരണ നിയമം 72-ാം വകുപ്പ് അനുസരിച്ച് ഈ ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം സ്വീകരിക്കുന്ന നടപടികൾ നിലവിലുള്ള മറ്റേതെങ്കിലും നിയമത്തിന് വിരുദ്ധമായിരുന്നതിനാലും ഈ ആക്ട് അനുസരിച്ച് സ്വീകരിക്കുന്ന നടപടികൾക്ക് നിയമപ്രാബല്യം ഉണ്ടായിരിക്കുന്നതുമാണ്. വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് മേൽപ്രവർത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നു വരുന്നതിനിടെ സർക്കാർ ഉത്തരവ് പ്രകാരം നടത്തിയിരുന്ന പ്രവർത്തികൾ നിർത്തിവെക്കാൻ ഇത്ര നമ്പറായി 1/6/2020 താങ്കൾ മാനേജിംഗ് ഡയറക്ടർ KMML ചവറയ്ക്ക് കത്ത് നൽകിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ദുരന്ത നിവാരണ നിയമം പ്രകാരം സർക്കാർ ഉത്തരവുകൾക്ക് പ്രകാരവും നടത്തിവരുന്ന പ്രവർത്തികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മേൽ കത്ത് നൽകിയത് ഏത് സാഹചര്യത്തിലും ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് എന്ന് താങ്കൾ വിശദീകരിക്കേണ്ടതാണ്. ഈ നോട്ടീസ് കൈപ്പറ്റി 3 ദിവസത്തിനകം, ഒരു പഞ്ചായത്ത് സെക്രട്ടറി കൊടുക്കുന്ന നോട്ടീസാണ്, ഈ നോട്ടീസ് കൈപ്പറ്റി 3 ദിവസത്തിനകം താങ്കൾ മറുപടി ലഭിച്ചില്ല എങ്കിൽ താങ്കൾക്ക് യാതൊന്നും ബോധിപ്പിക്കാനില്ല എന്ന നിഗമനത്തിൽ 2005 ദുരന്ത നിവാരണ നിയമം വകുപ്പ് 5 പ്രകാരം സർക്കാർ ഉത്തരവുകൾക്കും പ്രവർത്തികൾക്കും ബോധപൂർവ്വം തടസ്സം നിന്നു എന്ന നിഗമനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ആ പ്രദേശത്തെ ജനങ്ങളുടെ വികാരം മാനിച്ച് പഞ്ചായത്തിലെത്തിയ ഒരു തീരുമാനത്തെ ഒരു സർക്കാർ എങ്ങനെയാണ് പരാജയപ്പെടുത്തുന്നത്? 3-ാമത്തെ ദിവസം 1-ാം തീയതി നോട്ടീസ് കൊടുത്തു, 4-ാം തീയതി ദൂതൻ മുഖേന അക്നോളജ്മെന്റ് എഴുതി ഒപ്പിട്ട് മേടിച്ച കാരണം കാണിക്കൽ നോട്ടീസ്. സ്വാഭാവികമായിട്ടും ജില്ലാ കളക്ടറുടെ ഇതുപോലുള്ള കാരണം കാണിക്കൽ നോട്ടീസ് ആ സെക്രട്ടറി പിന്നോട്ട് പോകുന്ന അവസ്ഥയിൽ പിന്നോട്ട് പോകാൻ തയ്യാറായി. പക്ഷേ ആ പഞ്ചായത്ത് അനുവദിച്ചില്ല. അപ്പൊ സെക്രട്ടറി ഞാൻ തടസ്സം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് കത്ത് മുഖാന്തരം അറിയിക്കുകയും പിന്നോക്കം പോവുകയും ചെയ്തു. അതിന് പിന്നാലെ അന്നത്തെ ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടർ മുമ്പാകെ ആ പഞ്ചായത്തിലെ 11 പേര് ഒപ്പിട്ട് പഞ്ചായത്തിന്റെ തീരുമാനം നൽകുകയാണ്. 11 പേര് ഒപ്പിട്ട് ഇത് മാറ്റുന്നതിലൂടെ പ്രയാസമുണ്ടാകും, പ്രശ്നമുണ്ടാകും എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് 4 ദിവസത്തിനകത്ത് അല്ലെങ്കിൽ 3 ദിവസത്തിനകത്ത് ഈ തീരുമാനം മാറ്റിച്ചതെന്ന് ചോദിച്ചാൽ ഇതിന്റെ തൊട്ടു പിന്നാലെ പിന്നീട് സർക്കാർ ഏകപക്ഷീയമായി കരിമണൽ എടുക്കുന്നതിന് മുന്നോട്ട് പോവുകയാണെന്ന് മനസ്സിലായി. അങ്ങനെ വന്നപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഈ സ്റ്റോപ്പുമോ നിലനിൽക്കുകയാണെങ്കിൽ ഹൈക്കോടതി മൈനിങ് നിർത്താൻ പറയും. കാരണം പഞ്ചായത്തിനാണ് അധികാരം. അതുകൊണ്ട് ഹൈക്കോടതിയിലെ കേസ് പരിഗണനയ്ക്ക് വരുന്നതിന് മുമ്പ് ഈ പഞ്ചായത്തിന്റെ സ്റ്റോപ്പുമോ സർക്കാർ ബലമായി സർക്കാരിന്റെ എല്ലാ അധികാരങ്ങളും ദുർവിനിയോഗം ചെയ്ത് ആ സെക്രട്ടറിയെ കൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ മരവിപ്പിക്കുകയോ വിഡ്രോ ചെയ്യിപ്പിക്കുകയോ ചെയ്തു. എന്നിട്ട് ഹൈക്കോടതിയിൽ കേസ് വന്നു. ആ ഹൈക്കോടതിയുടെ കേസിൽ സർക്കാർ ഏകപക്ഷീയമായി ഈ മണൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി നിൽക്കുകയും അങ്ങനെ പഞ്ചായത്ത് നൽകിയ സ്റ്റോപ്പ് മെമ്മോ പരാജയപ്പെടുത്തി സ്റ്റോപ്പ് മെമ്മോ ജില്ലാ കളക്ടർ ഇടപെടലിലൂടെ മരവിപ്പിച്ച് മൈനിങ് മുന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായി. ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന 2019 കോവിഡ് കാലഘട്ടമാണിത്. ഞാൻ നേരിട്ട് ആ സമയത്ത് അവിടെ പോയതാണ്. നിങ്ങൾ ഓർക്കണം, ആളുകൾ തമ്മിൽ അടുത്ത് പോരുന്നത് ഒരുപാട് നിയന്ത്രണങ്ങൾ നിൽക്കുന്ന സമയത്ത് അന്നത്തെ മൈനിങ് തുടങ്ങിയ സമയത്ത് അവിടെ വലിയ സമരം. ജനങ്ങൾക്ക് പിന്നെ മാർഗം ഉണ്ടായിരുന്നില്ല. ജനങ്ങൾ സമരത്തിന് ഇറങ്ങി. സമരത്തിനിറങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ CPM അടക്കം അവിടുന്ന് കരിമണൽ നീക്കം ചെയ്യുന്നതിന് എതിരായി CPM-ഉം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചണിനിരന്ന് അവിടുന്ന് മണലെടുക്കുന്നതിനെ എതിർക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ CPM നിലപാട് മാറ്റി. CPM പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെ സമരത്തിൽ നിന്ന് പിന്മാറി. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ്. സമരത്തിൽ പിന്നീട് വന്നപ്പോ അവിടുത്തെ നാട്ടുകാരും കോൺഗ്രസും ഏതാനും രാഷ്ട്രീയ പാർട്ടികളും മറ്റാളുകളും മാത്രമായി. പിന്നീട് അന്ന് ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് ഇന്ന് നമ്മൾ കാണുന്ന പോലെ 100 കണക്കിന് ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡർ ഹൈക്കോടതിയിൽ ഇല്ല. ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡർ പാസ് ചെയ്തിട്ടില്ല. എന്നിട്ടും ഒരു പോലീസ് പ്രൊട്ടക്ഷൻ നൽകുന്നത് പോലെ 100 കണക്കിന് പോലീസുകാരെ
തോട്ടപ്പള്ളിയിൽ വിന്യസിച്ച് ആ അഭംഗുരം അവിടുന്ന് മണലെടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ആളുകൾ സമരം ചെയ്തു. ഇന്നും ഊർജ്ജശ്വാസം വലിക്കുന്ന സമരം നിങ്ങൾക്ക് തോട്ടപ്പള്ളിയിലൊക്കെ പോയാൽ കാണാം. 968 ദിവസമായിട്ട് ആവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു. ഏതാനും പേർ ഇപ്പോഴും അവിടെ സമരം ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരെയും ഈ സർക്കാർ പരാജയപ്പെടുത്തി. എങ്ങനെയാണെന്നറിയോ? ഈ പോലീസിനെ ഉപയോഗിച്ച് മർദ്ദിച്ചും പോലീസിനെ ഉപയോഗിച്ച് കേസിൽപ്പെടുത്തിയും കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി കരിമണൽ സമരം, ഈ മണലിനെതിരെ നടത്തിയ സമരത്തിന്റെ പേരിൽ 3,86,000 രൂപ കോടതിയിൽ കെട്ടിവെക്കേണ്ടി വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പാർട്ടി ഓഫീസ് ചെല്ലുമ്പോ വീണ്ടും അവരുടെ കയ്യിലിരിക്കുകയാണ് 1,40,000 1,60,000 വരുന്ന വീണ്ടും ഫൈൻ അടക്കേണ്ട കടലാസുകളുടെ പേര്. ബാക്കി സാധാരണ തീരദേശവാസികളായിട്ടുള്ള ആളുകൾ, ആ തീരദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് അവരെല്ലാം കേസിൽ പ്രതിയായി കോടതിയിൽ പോകേണ്ട വന്നു. അവരെല്ലാം പണമടക്കേണ്ടി വന്നു. അങ്ങനെ സർക്കാർ അവിടുത്തെ സമരത്തെ അടിച്ച് മർദ്ദിച്ച് ഒതുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണ് തോട്ടപ്പള്ളിയിലെ കരിമണൽ വിരുദ്ധ സമരത്തെ സർക്കാർ പരാജയപ്പെടുത്തിയത്. ഇതിന്റെ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ആദ്യത്തെ തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ 27/5/2018 യോഗം മുതൽ ആ കരിമണൽ സുഗമമായി അവിടുന്ന് അയ്യാറിയിലെത്തി അയ്യാറിയിൽ നിന്നും തിരിച്ചിവിടെ എത്തുന്നത് വരെയുള്ള സുഗമമായ പാത ഉറപ്പാക്കിയത് ഇന്നും നടക്കേണ്ടത്. ഓർക്കണം, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അണ്ടറിൽ കഴിഞ്ഞ 3 വർഷക്കാലം അഭംഗുരമായ മൈനിങ് നടക്കുകയാണ്. മൈനിങ് തന്നെയാണ് തോട്ടപ്പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി യഥാർത്ഥത്തിൽ തോട്ടപ്പള്ളിയിലെ ജനങ്ങൾ സമരം നടത്തി പരാജയപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ഇനി സമരം ചെയ്യേണ്ടത് അവിടെ മൈനിങ് അനുവദിക്കാൻ വേണ്ടി സമരം ചെയ്യണം. കാരണം എന്താ പറയുക, ഇനി അവിടെ മൈനിങ് അനുവദിക്കുകയാണ് നല്ലത്. കാരണം ഈ മൈനിങ് ഇതുപോലെ ഒരു ഓഫ്ഷോർ മൈനിങ് ലോകത്ത് എവിടെ നടക്കണമെങ്കിലും ഞാൻ എന്റെ ഒരു ഏറ്റവും കൺസർവേറ്റീവ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ചെയ്യാൻ പറയാം, 100 കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മൈനിങ് തുടങ്ങാൻ പറ്റില്ല. 100 കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ. കാരണം ദിസ് ഇസ് എ മേജർ മൈനിങ്. ആറ്റമിക് മിനറൽസ് ആർ ഇൻവോൾവ്. Safeguards need to be taken. Environmental impact assessment need to be done. Mining license has to be obtained. അത് സൂക്ഷിക്കുന്നതിന് ഒരുപാട് സ്റ്റാൻഡേർഡ്സ് പാലിച്ച് മാത്രമേ അവിടെ മൈനിങ് യഥാർത്ഥത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ 100 കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം നടക്കാൻ കഴിയുന്ന ഒരു മൈനിങ് ഇപ്പോൾ നടക്കുന്നത് കേവലം യുക്കങ്കായിയുടെ ജപ്പാൻ ലക്ചറും കൊണ്ടുവന്ന് ഏതാനും എക്സ്കവേറ്ററും കൊണ്ടുവന്ന് ലോറി വന്ന് വെറുതെ നിസ്സാരമായി വാരിയിട്ടുകൊണ്ട് പോവുകയാണ്. അവിടുത്തെ തീരപ്രദേശം ഇല്ലാതായില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു. അവർ പറഞ്ഞത് 1-1.5 കിലോമീറ്ററിനപ്പുറം വരെ തീരമുണ്ടായിരുന്നു. ഇന്ന് കടൽ അവരുടെ വീടിനെ മുട്ടി നിൽക്കുകയാണ്. സത്യമാണ്. അവർ പാവപ്പെട്ടവര്, മത്സ്യത്തൊഴിലാളികള്, സാധാരണ തീരദേശവാസികള്, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളില്ലാതെ വരുമ്പോ ഒരു സർക്കാർ ഇന്ന് അവരുടെ എല്ലാ അവകാശങ്ങളെയും അടിച്ചു തകർത്ത് അവരുടെ സമരങ്ങളെയെല്ലാം മർദ്ദിച്ചൊതുക്കി അവരെ കേസിൽപ്പെടുത്തി ഇതുപോലുള്ള ഒരു പച്ചയായ നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുമ്പോ ഇന്നും ഞാൻ ഇന്ന് അന്വേഷിച്ചു നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇന്നും ഈ സമയത്തും തോട്ടപ്പള്ളിയിൽ മൈനിങ് നടക്കുകയാണ്. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 3 കൊല്ലം എവിടെയെങ്കിലും മൈനിങ് നടത്താൻ എവിടെയെങ്കിലും നിയമോ ഇന്നുവരെ എവിടെയും നടന്നിട്ടുണ്ടോ? Never ever it can happen. It can only happen with the political patronage. രാഷ്ട്രീയപരമായിട്ടുള്ള സർക്കാരിന്റെ സംരക്ഷണം കൊണ്ട് മാത്രമാണ് ഇന്ന് തോട്ടപ്പള്ളിയിൽ ഇതുപോലെ അഭംഗുരമായ മൈനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, I just want to establish മാസപ്പടിക്ക് പിന്നിൽ എന്തായാലും മാസപ്പടിക്ക് പിണറായി വിജയൻ നൽകിയ പണത്തിന് പിന്നിൽ എന്ത് സേവനമാണ് നൽകിയതെന്ന് കേരളം അന്വേഷിച്ചുകൊണ്ടിരുന്നതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. എന്ത് സേവനമാണ് നൽകിയത്? എന്തിനാണ് CMRL ഇതിന് മാത്രം വലിയ തുക ഒരു സേവനവും നൽകാതെ ഒരു മുഖ്യമന്ത്രിക്ക് കുടുംബത്തിന് കൊടുക്കുന്നത്? ഇവിടെ നമ്മുടെ ഒരു ചൊല്ലുണ്ട്, there are no free lunches. ലോകത്തെയുള്ള എവിടെയുള്ള പ്രിൻസിപ്പിളാണ്. ആരും സൗജന്യമായി ആർക്കും ഒന്നും കൊടുക്കുന്നില്ല. ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ടാകും, അതിന് പിന്നിൽ ഒരു ത്രെഡ് ഉണ്ടാകും. നോ ഡൗട്ട് ഇവിടെ 1-2 രൂപയല്ല വീണ വിജയൻ വാങ്ങിച്ചത് 1.72 കോടിയാണ്. No, she has taken more than 3 crores on account. അക്കൗണ്ടിൽ അല്ലാതെ എത്രയാണെന്ന് അറിയില്ല. പിണറായി വിജയൻ has taken crores and crores, കോടാനുകോടി രൂപ പിണറായി വിജയനും കുടുംബത്തിനും എന്തിന് CMRL നൽകണം? ഇനി അവർ എത്ര കോടി നൽകിയാൽ അവർക്ക് എന്ത് നഷ്ടം? ഞാൻ പറഞ്ഞില്ലേ,
ഇന്റർനാഷണൽ മാർക്കറ്റില് ഏറ്റവും ഡിമാൻഡുള്ള കൊല്ലം മെറ്റീരിയൽ എന്ന് പറയുന്ന ആ കൊല്ലം മെറ്റീരിയലിന്റെ ഇലുമിനേറ്റ് പ്രോസസ് ചെയ്ത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കാൻ കഴിയാന്ന് വെച്ചാൽ ദാറ്റ്സ് എ ഗ്രേറ്റ് ബിസിനസ്. ദാറ്റ്സ് എ ഗ്രേറ്റ് ബിസിനസ്. ദാറ്റ്സ് വാട്ട് ഇസ് ഇൻട്രസ്റ്റ്. ഇതാണ് മാസപ്പടിക്കും ഈ കോഴയ്ക്കും പിന്നിലുള്ള സേവനം എന്ന് പറയുന്നത്. ഇതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്നതിനെ നിങ്ങൾ ഗ്രൗണ്ടിൽ വെരിഫൈ വെദർ ഇറ്റ് ഈസ് ഫാക്ട്. ഞാൻ പറഞ്ഞത് ശരിയാണ്. ഈ രേഖകളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. ഇന്നും തോട്ടപ്പള്ളിയിലെ മൈനിങ് നടക്കുന്നത്, അതൊരു ആറ്റമിക് മിനറൽസിന്റെ മൈനിങ് കേരളത്തില് കഴിഞ്ഞ 2.5 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മൈനിങ് പെർമിറ്റോ, ഒരു എൻവയോൺമെന്റൽ ക്ലിയറൻസോ, ഈവൻ ഒരു സേഫ് ഗാർഡ് മെഷേഴ്സോ, മൈൻ സേഫ്റ്റി റൂൾസോ പാലിക്കാതെ ഈ കേരളത്തിലല്ലാതെ ഒരിടത്തും ഒരു അപരിഷ്കൃത സമൂഹത്തിൽ പോലും ഇത് ഈ കാലത്ത് നടക്കില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു കാര്യം കൂടിയുണ്ട്. ഹൈക്കോടതിയിലും സർക്കാർ ഏകപക്ഷീയമായ നിലപാടെടുത്തുകൊണ്ട് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഒരു ഇന്റർവെൻഷൻ ഉണ്ടായിട്ടില്ല. സോ ഞാൻ എന്റെ അന്വേഷണത്തിൽ ഇതുകൊണ്ടാണ് ഞാൻ വിജിലൻസിനെ സമീപിച്ചത്. ഞാൻ വിജിലൻസിനെ പിണറായി വിജയനും വീണ വിജയനും എതിരായിട്ട് വിജിലൻസിൽ പരാതി കൊടുത്തതിന്റെ പശ്ചാത്തലം, അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ റീസൺ, അതിന്റെ ബേസിസ് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വിളിച്ചത്. ഇത് ലോങ് സ്റ്റോറി. ഇതിന്റെ ഇടയിൽ ഒരുപാട് രേഖകളും ഒരുപാട് മീറ്റിങ്ങുകളും ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒരു പത്രസമ്മേളനത്തിൽ മുഴുവൻ വിശദീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര ഷോർട്ടായി പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. വൺ മോർ തിങ്, ഞാൻ വിജിലൻസിന് കൊടുത്ത പരാതിയിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ആക്ട് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് ഞാൻ ആ പരാതി നിയമപരമായി കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നിയമപരമായി കോടതിയിൽ കൊണ്ടുപോകും. കേരളത്തിലെ പൊതുസമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു. ഇനി എത്രമേൽ വേട്ടയാടിയാലും എന്തു വലിയ വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് എടുക്കില്ല എന്നും ഞാൻ ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി ഇനി എനിക്ക് ചെയ്യാൻ കഴിയുന്നത് കോടതിയിൽ ഈ യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നീട് കോടതി എന്ത് തീരുമാനിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് വി കനോട്ട് പ്രെഡിക്ട്. ദാറ്റ് ഈസ് സംതിങ് എൽസ്. പക്ഷേ ആത്മാർത്ഥമായി, സത്യസന്ധമായി, സുതാര്യമായി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ ദ വെരി ബെസ്റ്റ് ഐ വിൽ ഡു. ഞാൻ പറഞ്ഞ കാര്യം ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചിട്ട് മുന്നോട്ട് പോകണം എന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി ഇഫ് ദർ ആർ എനി ക്വസ്റ്റ്യൻസ് ഐ ക്യാൻ ആൻസർ. ഇതില് ഈ KMML-ലാണല്ലോ ഖനനത്തിനുള്ള അനുമതി കൊടുക്കുന്നത്. ഖനനമല്ല, ഖനനത്തിന് അനുമതി ഇല്ലല്ലോ. ഈ മണ്ണ് നീക്കം ചെയ്യാനല്ലേ, മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നത് KMML-നാണ്. CMRL-ന് ഇവരങ്ങനെ കണക്ക് ചെയ്തെങ്കിൽ എത്ര ധാതുക്കൾ കൊടുത്തു, അല്ലെങ്കിൽ എത്ര രൂപയുടെ ഇടപാട് ഇവർക്കിടയിൽ നടന്നു, അതിന്റെ എന്തെങ്കിലും തെളിവ് MLA-യുടെ കയ്യിലുണ്ടോ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഐ കനോട്ട് ബി ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. അതുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറയാൻ കാരണം. അതൊരു നല്ലൊരു അന്വേഷണത്തിലൂടെ മാത്രമേ ഈ കാര്യങ്ങൾ പുറത്തു വെച്ചു. ഞാൻ അതിനും ഞാൻ ആ പാർട്ടിയെ കൊടുത്തിട്ടു. IRE സപ്ലൈങ് ഇലിമിനേറ്റ് ടു CMR. ദാറ്റ് ഐ കെൻ. ഏത് ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി എന്നുള്ളത് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ലല്ലോ, ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അല്ലല്ലോ. ഐ കനോട്ട് ടേക്ക്. ബട്ട് ഐ കൻ മേക്ക് വൺ സ്റ്റേറ്റ്മെന്റ്, IRE സപ്ലൈങ് ഇലിമിനേറ്റ് ടു CMR. പക്ഷേ അങ്ങ് തന്നെ പറയുന്നു, ഒരു കോടതിയുടെ മുമ്പിൽ നമ്മൾ പോകുമ്പോൾ അങ്ങനെ ഒരു ഇടപാടുണ്ടെന്നുകൂടി നമ്മൾ തെളിയിക്കേണ്ട, അല്ലെങ്കിൽ കോടതി ഇതിനപ്പുറത്തേക്കൊന്നും ഒരു ലേമാനെ കൊണ്ടുവരാൻ കഴിയത്തില്ല. എന്നാ പിന്നെ കേസ് തീർന്നില്ല. അന്വേഷണം വേണ്ടത് എനിക്ക് ചാർജ് ഷീറ്റ് കൊടുത്തത്. അല്ല, വീണ്ടും 2019 അങ്ങനെ തീരുമാനമെടുക്കുകയും 2020 ഈ മണൽ നീക്കുകയും ചെയ്യുന്നു. പക്ഷേ 2017 മുതൽ വീണ വിജയന് ആ സമയം മുതൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് മുൻപ് തന്നെ, ഈ മണൽ നീക്കുന്നതിന് മുൻപ് തന്നെ പിന്നെ എന്തിനാണ് ഈ പണം കൊടുത്തത് എന്നുള്ള മേബി എത്ര നാൾ കൊടുത്തിട്ടായിരിക്കും പ്രോസസ് തുടങ്ങിയത്. എത്ര നാൾ കൊടുത്തിട്ടായിരിക്കും ഇതിന്റെ പ്രോസസ് തുടങ്ങണ്ടേ. ഫിസിക്കൽ പ്രോസസ് എന്താണ്? ഇപ്പൊ KMML അവിടുന്ന് നീക്കം ചെയ്യുകയാണെങ്കിൽ ഇത് നീക്കം ചെയ്ത ശേഷം ഇതിന്റെ പ്രോസസ്സിംഗ് വേറെ എന്താണ് കേരളത്തിൽ നടക്കുന്നത്? അതിന്റെ KMML-ഉം IRE-യും അവരെടുക്കുന്ന മോണോസൈറ്റ്സും മറ്റ് 1-2 ആറ്റമിക് പാർട്ടികൾ, യുറേനിയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരെടുക്കും. ബാക്കിയുള്ള ഇതിന്റെയും കാര്യങ്ങളുമാണ് അവർ സപ്ലൈ ചെയ്യുന്നത്. ബാക്കിയുള്ള അതാണ് അതിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. CMR-ന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇലിമിനേറ്റ് ആണ്. ആ ഇലിമിനേറ്റ് പ്രോസസ് ചെയ്യുന്ന IRE-യോ KMML-ഓ പ്രോസസ് ചെയ്യത്തില്ല. അത് പ്രോസസ് ചെയ്യുന്ന ഇതിൽ മാത്രമാണ് കേരളത്തിലുള്ളത്. അതിൻ്റെ ഏറ്റവും ഡിമാൻഡുള്ള മെറ്റീരിയലാണ് കൊല്ലത്തെ കരിമണലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ഇലിമിനേറ്റ് എന്ന് പറയുന്നത്. ഫിസിക്കലി ഈ നീക്കം ചെയ്യുന്ന മണൽ KMML IRE-ക്ക് കൈമാറുകയും IRE ഇലിമിനേറ്റ് CMR-ന് കൈമാറുകയും ചെയ്യണം. And all this is happening in the state. In the state. ഈ ഉത്തരവിൽ 90 ദിവസത്തേക്കാണ് ഈ മണലെടുക്കാനുള്ള അനുമതി എന്ന് പറയുന്നുണ്ടല്ലോ.
ആ ഒരൊറ്റ ഉത്തരവിൽ തന്നെയാണോ ഇപ്പൊ 3 വർഷമായിട്ട് തുടരുന്നത്, അല്ലാതെ പുതുക്കിയിട്ടുണ്ടോ? കാലാകാലങ്ങളിൽ അവർ ഓരോ റിവിഷൻ വരുത്തിയിട്ടുണ്ടാവും. നോർമലി they would have done that. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോയില്ല. ബട്ട് ബ്ലാറ്റൻലി വയലേറ്റിംഗ് ഓൾ ദ ലോസ്. there is no point in inquiry. അങ്ങനെ പോയ പിന്നെ അതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി വരണം. ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് അവര് എടുക്കുന്ന മെഷേഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ഇൻട്രി മെഷേഴ്സ് ആണ്, പെർമനന്റ് മെഷേഴ്സ് അല്ല. നിങ്ങളൊന്ന് ആലോചിച്ചോ, ഒരു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിന്റെ പേരിൽ കഴിഞ്ഞ 3 വർഷമായി ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുന്നത് പറയുമ്പോൾ എത്ര ബ്ലേറ്റന്റ് വയലേഷൻ, എത്ര പച്ചയായ നിയമലംഘനമാണ്. വേറെ ഒരു അനുമതിയില്ലെന്ന് വിചാരിക്കണം. ഈ ഓഫ്ഷോർ മൈനിങ്ങിന് സെൻട്രൽ ഏജൻസീസിന്റെ ക്ലിയറൻസ് വേണ്ടതില്ല. അപ്പൊ IRE ഒരു സെൻട്രൽ ഏജൻസിയുടെ കൂടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളെ നിലയിൽ ഇങ്ങനെ ഒരു മൈനിങ് അവിടെ നടക്കുന്നതിനെ കുറിച്ചും ഈ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ചും അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ അറിഞ്ഞില്ല എന്നാണ്. CRSന്റെ റെഗുലേഷൻസ് ഉണ്ട്, മണ്ണങ്ങനെ നീക്കം ചെയ്യാം. CRSന്റെ വയലേഷൻസ് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു കാര്യത്തിന് നോ ഏജൻസീസ് ആർ ബീൻ ഇനിഷ്യേറ്റിംഗ് ആക്ഷൻ. അതും അൺഫോർച്ചുനേറ്റ് ആണ്. യഥാർത്ഥത്തില് ഇന്ന് അവിടെ നടക്കുന്നത് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊഴി ഇനി ഒരു ആയുസ് മുഴുവൻ എടുത്താലും അവിടുത്തെ മണ്ണ് തീരില്ല. കാരണം വെച്ചാൽ കടലിന്റെ പ്രോസസ് എന്ന് പറയുന്നത് എടുത്തോണ്ട് പോകുന്ന മണ്ണിന്റെ ഇരട്ടി കടൽ തന്നെ കൊണ്ടുവയ്ക്കും. അപ്പൊ അന്നേരം സൈഡിൽ നിന്ന് വലിക്കുന്നതുകൊണ്ടാണ് സൈഡിലെ ഭൂമി ഇരുന്ന് പോകുന്നത്. അപ്പൊ ഏറ്റവും സൗകര്യമാണ് ഇവിടെ നിന്ന് മാത്രം എടുത്താൽ മതി, ഞങ്ങൾ എന്നും പൊഴി തുറന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ മതി. പ്യുവർ മൈനിങ് ഹാപ്പനിങ് വളരെ ഈസിയാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ, ഒരു സേഫ് ഗാർഡ്സ്, ഒരു സേഫ്റ്റി മെഷേഴ്സും ഇല്ലാതെ, ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റും ഇല്ലാതെ വളരെ നിസ്സാരമായി കഴിഞ്ഞ 3 വർഷമായി 2 ലക്ഷം ടണ്ണിന് വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. My information says more than 52 lakh tons they have removed so far. CMR അല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഇത് വാങ്ങുന്നുണ്ടോ? I'm sure. ഇത് വേറെ ആർക്കും ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ ക്ലോസ് ചെയ്യുന്ന വേറെ കമ്പനീസ് ഒന്നും നിലവിലില്ല. ഇനിയിപ്പോ ഇതിന്റെ സ്റ്റേറ്റ് പുറത്തു പോകും. ഈ 2 lakhs ടൺ എന്ന് പറയുന്നത് ആദ്യത്തെ ഓർഡറിൽ പരാമർശം. ഈ 52 lakhs എന്ന് പറയുന്ന നമുക്ക് എങ്ങനെ അനുമാനിക്കാൻ പറ്റുന്നത്? അവിടുന്ന് പോയിട്ടുള്ള ഒരു ക്വാണ്ടം പിന്നീട് അവർ റിവൈസ് ചെയ്ത് കൊടുത്തതും പിന്നീട് അവിടുന്ന് പോയിട്ടുള്ള ഏകദേശം ഒരു കണക്കുമൊക്കെ ഇത് ഇതനുസരിച്ച് 52 lakh ടൺ മുകളിൽ റിമൂവ് ചെയ്യുന്നതാണ്. ഒരു ബോൾ പാർക്ക് ഫിഗർ പലരും കണക്കൂടി അനുസരിച്ച് പറഞ്ഞത്. ഈ ഓർഡർ എങ്ങനെയാണ് റിവൈസ് ചെയ്തതിനെ പറ്റി നമുക്ക് അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് അന്വേഷിക്കാവുന്നതാണ്. 90 ദിവസത്തേക്ക് മാത്രം കൊടുത്ത ഒരു ഓർഡർ വൈറ്റ് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾ തോട്ടപ്പള്ളിയിലെ സാധാരണ മത്സ്യത്തൊഴിലാളികളോടും അവിടുത്തെ തീരദേശവാസികളോടും ഒന്ന് അന്വേഷിക്കണം. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. കോവിഡ് സമയത്ത് സമരം ഉണ്ടായിരുന്നു. 100 കണക്കിന് പോലീസുകാരെ ഇറക്കിയാണോ ആ സമരത്തെ പരാജയപ്പെടുത്തിയത്? എത്ര കേസുകൾ കരിമണലിന്റെ പേരിൽ ബുക്ക് ചെയ്യപ്പെട്ടു? ഇതിനോടകം എത്ര ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെക്കേണ്ടി വന്നു? ഇനി എത്ര കേസുകൾ ബാക്കിയുണ്ട്? ഒരു വളരെ വണറബിൾ ആയിട്ടുള്ള ഒരു ദുർബലമായിട്ടൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പറയാം. സമ്പത്ത് കൊണ്ടും സാമൂഹ്യ സാഹചര്യങ്ങൾ കൊണ്ടും രാഷ്ട്രീയ ശക്തി കൊണ്ടും ഒക്കെ ദുർബലമായിരുന്ന ഒരു തീരദേശവാസികളുടെ കമ്മ്യൂണിറ്റിയെ ഈ സർക്കാർ ടേക്കൻ ഫോർ ഗ്രാൻഡ് മാത്രമല്ല, ക്രഷ് ദം ലൈക്ക് എനിത്തിങ്. അവർ അതുപോലെ അടിച്ചമർത്തിയാണ് ഇന്ന് ഈ മൈനിങ് നടക്കുന്നത്. പിന്നെ ചില ആരോപണങ്ങൾ കൂടിയുണ്ട്. ഇപ്പൊ അങ്ങയുടെ റിസോർട്ട് അതിപ്പോ ഗസ്റ്റ് ഹൗസ് ആയിട്ട് അവർ പരിവർത്തപ്പെടുത്തി CPM ഭരിക്കുന്ന പഞ്ചായത്ത് തന്നെ മാറ്റി തന്നിട്ടുണ്ട്. അങ്ങിങ്ങനെ ചില ആരോപണങ്ങൾ ഉന്നയിച്ച് ഇതിങ്ങനെ പോയി അവസാനം 2 ആരോപണങ്ങളായത് അങ്ങ് അവസാനം അലിഞ്ഞില്ലാതാകും എന്നുള്ള ആരോപണം. അലിഞ്ഞില്ലാതാവില്ല, അതും പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. വിജിലൻസ് ഈസ് ആഫ്റ്റർ മീ. നല്ല അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഈ മാസപ്പടി നൽകി എന്നാണ് ആരോപിക്കുന്നത്. ഇതുപോലെ ഉള്ള ഇലുമിനേറ്റീവ്സ് ഈ കമ്പനിക്ക് ലഭിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണോ എന്ന് പറയുന്നത്? അല്ല, ഞാൻ പറയുന്നത് ഇതിലും വലിയൊരു സ്വാഭാവികമായിട്ട് എന്ത് ഫേവറാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ ഇതിലും വലിയ ഫേവർ കിട്ടാനില്ല. അല്ല, എന്നാണ് ആരോപിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ വിജിലൻസ് പരാതിയിൽ നൽകിയിരിക്കുന്നതല്ലേ. വഴിവിട്ട സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിയ പണമാണ്. പിണറായി വിജയന് വേണ്ടിയിട്ട്. കാരണം വീണ വിജയൻ പബ്ലിക് സർവന്റ് അല്ലല്ലോ. വീണ വിജയന് വേണ്ടി ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ചീഫ് മിനിസ്റ്റർ വാങ്ങിയ പണമാണ്. അതുകൊണ്ടാണ് അവരും വരുന്നത്. ബട്ട് CM സ്റ്റേക്കുന്ന അതിനകത്തുണ്ട്. പക്ഷേ നമുക്ക് അതോറിറ്റേറ്റീവ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന പേയ്മെന്റ് CMന്റെ മകളുടെയാണോ? ബിക്കോസ്
through timing channels. And they said no service has been done. ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ മൊത്തം ഉന്മൂലനം ചെയ്യുന്ന ഇത് ആ പ്രദേശത്തിന്റെ മാത്രം ഇഷ്യൂ അല്ല. അങ്ങ് പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ കേരളത്തിലെ മൊത്തം കവറേജ് ഒരു ഭരണകൂടം എങ്ങനെ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ അഴിമതിക്ക് ഉപയോഗിക്കാം എന്നുള്ളതിലുള്ള പ്രൂവാണ് അങ്ങ് പറയുന്നത്. 2018 തുടങ്ങുന്നത് ഈ ഇത്രയും അന്ന് പ്രതിപക്ഷത്തിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിച്ച ഒരു വ്യക്തി രമേശ് ചെന്നിത്തല കൂടിയാണ്. പ്രതിപക്ഷം കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇത്രയും വലിയൊരു കൊള്ള മൂടിവെക്കപ്പെട്ടത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ അകത്ത് ഞാൻ അടക്കം അവിടുത്തെ കോൺഗ്രസ് സമരത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് ഭരിച്ചിരുന്ന പഞ്ചായത്താണ് പുറക്കാട് പഞ്ചായത്ത്. ആ സമയത്താണ് സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്തത്. അപ്പോ പാർട്ടി എന്ന നിലയിലും അല്ലെങ്കിൽ ഞങ്ങളുടെ നിലപാട് എന്ന നിലയിലും അവിടെ ചെയ്യാവുന്ന ഫൈറ്റ് കോൺഗ്രസിന്റെ അദ്ദേഹമാണ് അവിടെ നേതാവ്. ഇറ്റ് വാസ് വെരി ക്ലിയർ. ദേ വർ നോട്ട് ഇൻ ഫേവർ